കൂട്ടുകാരെ, ഒരിക്കൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചാവശ്യപ്പെട്ട് മീസാൻ എന്ന തുലാസ് കാണണമെന്ന് ആഗ്രഹിച്ച പ്രവാചകനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്യാവേശത്തോടു കൂടെ കണ്ട് ആ മീസാനിന്റെ രംഗം കണ്ടപ്പോൾ അവിടുന്ന് തന്റെ ബോധം വരെ നഷ്ടപ്പെടാവുന്ന തരത്തിലായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. എന്താണ് ഇത്രയും വലിയ പ്രശ്നം സംഭവിച്ചത് എന്ന് ചോദിക്കപ്പെടുന്നതിനിടയിൽ മഹാനുഭാവൻ പറഞ്ഞ മറുപടി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഇത്രയും വലിയ ഹസനാത്തിന്റെ തട്ട് നന്മകൾ ചെയ്തിട്ട് നിറക്കണ്ടേ എന്ന് കരുതിയിട്ടാണ് പ്രവാചക പൂങ്കവരായിരുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വബോധം നഷ്ടപ്പെട്ടിരുന്നത് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇത്തരം വലിയ ഹസനാത്തിന്റെ തുലാസ് നിറയ്ക്കാൻ ആവശ്യമാകുന്ന അമലുകൾ നമ്മൾ ചെയ്തിരിക്കണം. ഹബീബാദങ്ങൾ പഠിപ്പിച്ച ഒറ്റ കാര്യമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നത്. നബിതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, 2 വാക്കുകൾ, കലിമത്താനി ഖഫീഫത്താൻ, വളരെ ലഘുവായ പ്രയാസമില്ലാത്ത വാക്കുകൾ, മാത്രമല്ല ഹബീബത്യാനി ഇലർ റഹ്മാൻ, അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ള 2 വാക്കുകൾ, മാത്രവുമല്ല സഖീലത്താനി ഫിൽ മീസാൻ, മീസാൻ എന്ന തുലാസിൽ വലിയ കരമേകുന്ന, വലിയ ഭാരമേകുന്ന 2 വാക്കുകൾ. ഏതാണ്? സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. ആ 2 വാക്കുകൾ നമ്മൾ നിത്യജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇന്നത് ചൊല്ലിയിട്ടുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് ഇന്ന് തന്നെ ചൊല്ലി തുടങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും.